സദൃശ്യവാക്യങ്ങളിലേക്കൊന്ന് വരാം. സദൃശ്യവാക്യം 21-ാമത്തെ അധ്യായം. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മതി. സ്തോത്രം. വളരെ സുപരിചിതമായൊരു വേദവാക്യമാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള ചില മിനിറ്റുകളുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് നൽകി തന്നിരിക്കുന്നു. സ്തോത്രം. അനുഗ്രഹീതമായ സന്ദേശങ്ങൾ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇതും അല്പസമയം സ്തോത്രം നമുക്ക് ധ്യാനിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണിത്. സ്തോത്രം. ഇവിടെ പറയുകയാണ്, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. സ്തോത്രം. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ കരത്തിൽ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. സ്തോത്രം. നമ്മള് സ്തോത്രം സാധാരണ ഈ കമിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ ഹൃദയം നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പൊ പലരുടെയും ഹൃദയം, പല യൗവനക്കാരുടെയും ചെറുപ്പക്കാരുടെയും ഹൃദയം ഒന്നും അവരുടെ കയ്യിലില്ല. സ്തോത്രം. മറ്റുള്ളവരിൽ എന്തിരിക്കുക, കൊടുത്തിരിക്കുക. ഇനി ഭാര്യ പറയും, എന്റെ ഹൃദയം ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു, തന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പലരുടെയും ഹൃദയം അവരുടെ കയ്യിൽ എന്തില്ല, ഇല്ല. സ്തോത്രം. പക്ഷെ ഇവിടെ തിരുവചനം പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ഈ ഹൃദയം മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സ്തോത്രം, ഒരു മനുഷ്യന്റെ ഹൃദയം അത് ദൈവത്തിന്റെ കരത്തിലിരിക്കുന്നു. സ്തോത്രം. ആ കരത്തിലിരിക്കുമ്പോൾ സ്തോത്രം, അതിനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൈവത്തിന് വഴി തിരിച്ചു വിടാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇത് എഴുതിയ വ്യക്തിയെ പറ്റി നമ്മളിത് പഠിക്കുമ്പോൾ സ്തോത്രം, ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. സ്തോത്രം. ദേവാലയം പണിത ഒരു മനുഷ്യനാ. പക്ഷെ പിന്നീട് സ്തോത്രം, ഭാര്യമാരുടെ എണ്ണം എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഇദ്ദേഹത്തിന്റെ ഹൃദയം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. ഹൃദയത്തെ എന്ത് ചെയ്തു, വശീകരിച്ചു. സ്തോത്രം. വശീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദേവാലയം പണിത അതേ മനുഷ്യൻ അപ്പുറത്ത് സ്തോത്രം അന്യ ദൈവങ്ങൾക്ക് വേണ്ടി ആരാധനാ മൂർത്തികളെ പണിതെടുക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ആരാധനാ ആലയങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. നോക്കിക്കേ, ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമല്ലായിരുന്നു. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ കരത്തിലിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വാക്യം നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. സ്തോത്രം. ഏത് മനുഷ്യന്റെയും ഹൃദയം ആരുടെ കയ്യിലാണ്, ദൈവത്തിന്റെ കരത്തിലുണ്ട്. സ്തോത്രം. അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മളൊക്കെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ സ്തോത്രം, മഴവെള്ളം ഇങ്ങനെ കുത്തൊഴുകി ഇങ്ങനെ വരുന്ന സമയത്ത് സ്തോത്രം, നമ്മൾ ഒരു പക്ഷേ ഈ കാലുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ നാക്കുമ്പോൾ ആ ഭാഗത്തൂടെ കുറച്ച് വെള്ളം എന്ത് ചെയ്യും, ഒഴുകിപ്പോവും. അല്ലെങ്കിൽ തൂമ്പയൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ചാല് വെട്ടി കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യും. അപ്പൊ നമ്മൾ വെട്ടുന്ന വഴി കൂടാണ് പുള്ളിനെ ഈ വെള്ളം എന്ത് ചെയ്യുന്നത്, ഒഴുകിപ്പോകുന്നത്. സ്തോത്രം. ഇതുപോലെ നീർത്തോട് കണക്ക് എന്ത് ഇരിക്കുകയാണ്, രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കരത്തിൽ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. ഇഷ്ടമുള്ള ഇടത്തേക്ക് അതിനെ എന്ത് ചെയ്യാം, ചായ്ക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, രാജാവ് ആരാണ്? രാജാവ് അധികാരമുള്ള ഒരു വ്യക്തിയാണ്. സ്തോത്രം. അപ്പോൾ അധികാരമുള്ള, പവറുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ, നിനക്കനുകൂലമായിട്ട് അതിനെ തിരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ഈ വചനം പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്, ചില അധികാരികളുടെ ഹൃദയത്തെ തിരിക്കണമേ എന്ന് ഇതിന്റെ നടുവിൽ ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭേദഭാഗം ഒന്നും സംസാരിക്കാൻ എഴുന്നേറ്റതല്ല, പക്ഷെ ഇന്ന് പകൽ ഇതൊരു നിയോഗമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില അധികാരികളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പോകുന്നുവെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ എത്ര പേര് അതിന് ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ പ്രതികൂലമാകുമെന്ന് ചിന്തിക്കുന്ന പലരും ഈ ദിവസങ്ങളിൽ നിനക്ക് അനുകൂലമായിട്ട് മാറാൻ വേണ്ടി പോകുകയാ. തിരുവചനം നിന്റെ കൈകളിലില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിലേക്കൊക്കെ കരം വെച്ചങ്ങ് പ്രാർത്ഥിച്ചോണം. ദൈവത്തിന് സ്തോത്രം. വചനം ഭോഷ്ക്ക് പറയത്തില്ല. ഇന്ന് പകൽ ചിലർ അനുകൂലമായിട്ട് മാറാൻ വേണ്ടി പോകുകയാ. ഗിദെയോൻ പേടിച്ചു നിന്ന ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്തെടുത്തപ്പോൾ
അപ്പൻ പ്രതികൂലമാകുന്ന ചിന്തിച്ചത്. പക്ഷേ അപ്പന്റെ ഹൃദയത്തെ ദൈവത്തിന് സ്തോത്രം. ഇതാ നോക്കൂ, ഗിദെയോന് അനുകൂലമാക്കി ദൈവം എന്ത് ചെയ്തു? മാറ്റി. എവിടെയാ മാറ്റിയതെന്നറിയാമോ? വീടിനകത്ത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വീടിനകത്ത് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഇന്ന് പകൽ അതിനെ അനുകൂലമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേര് ഇതിന്റെ നടുവിലിരുന്നെന്ന് വിശ്വസിക്കുന്നുണ്ട്? കുടുംബക്കാർ പ്രതികൂലമായി നിന്നാൽ സ്തോത്രം, അവരെ നമുക്ക് എന്ത് ചെയ്യും? ദൈവം അനുകൂലമാക്കി മാറ്റും. യാക്കോബിനോട് തിരിച്ചു പോകാൻ പറയുമ്പോൾ സ്തോത്രം, യാക്കോബിന് ഭയങ്കര ഭയമാണ്. ആരെയാ ഭയം? ജ്യേഷ്ഠനെ ഭയമാണ്, ചേട്ടനെ പേടിയാ. സ്തോത്രം. പക്ഷെ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അവിടെ യുദ്ധമൊന്നും നടന്നില്ല. പകരം അവര് പരസ്പരം കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്തു? ചുംബിച്ചു, കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സഹോദരങ്ങൾ വല്ല എതിരായിട്ട് നിൽപ്പുണ്ടോ? ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ദൈവത്തിന് സ്തോത്രം. അവരെയൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നവരുടെ ഹൃദയവും ദൈവത്തിന്റെ കരത്തിലാണ്. അത് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. യോസേഫേ, നീ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയ നിനക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആ മിസ്രയീമിനകത്ത് ഫറവോൻ എന്ന് പറയുന്ന രാജാവിന്റെ ഹൃദയത്തെ നിനക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. പൗലോസേ, നീ സ്തോത്രം മെലീത്ത ദ്വീപിലേക്ക് നീന്തി കയറുമ്പോൾ ഒരിക്കലും ആരോടും ദയ കാണിക്കാത്ത ബർബരന്മാർ ഇതാ പൗലോസിനോട് ദയ കാണിക്കുക. കഠിനന്മാരായ ക്രൂരന്മാരായ ആളുകൾ പൗലോസിനോട് ദയ കാണിക്കുമ്പോൾ അവിടെയും പറയാൻ ഒന്നുണ്ട്. ദൈവം അവരുടെ ഹൃദയത്തെ പൗലോസിന് അനുകൂലമാക്കി മാറ്റി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ചില വ്യക്തികളെ കണ്ട്, ചില സംഘടനകളെ കണ്ട്, ചില അധികാരികളെ കണ്ട് നീ ഭയന്നും വിറച്ച് നിൽക്കുകയാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകുക. അവരുടെ ഹൃദയത്തെ നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കോരേശിന്റെ ഹൃദയത്തെ തന്റെ ജനത്തിനു വേണ്ടി അനുകൂലമാക്കി മാറ്റിയെങ്കിൽ ഒരു ഭാഗത്ത് കഴുകുമരം ഒരുക്കി വെച്ചിട്ട് മൊർദെഖായിയെ കൊല്ലാൻ നോക്കി നിൽക്കുമ്പോൾ അന്ന് രാത്രിയിൽ രാജാവിന്റെ ഹൃദയത്തെ മൊർദെഖായിക്ക് അനുകൂലമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് ഇതിന്റെ നടുവിൽ വിശ്വസിക്കുന്നുണ്ട്? കഴുകുമരങ്ങൾ ഒരുങ്ങി നിന്നോട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓർഡർ ഇടേണ്ടവൻ ഉറക്കം കൊടുക്കാതെ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതികൂലമായി നിന്നവർ നിനക്ക് അനുകൂലമായി മാറിയത് കൊണ്ടല്ലേ നീ ഇതിനകത്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്നും എന്തുകൊണ്ടത് വിശ്വസിച്ചുകൂടാ? കഴിഞ്ഞ കാലങ്ങളിൽ ഭയന്നതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. നീ പ്രതീക്ഷിക്കാത്ത നിലകളിൽ പലരും നിനക്ക് അനുകൂലമായി മാറിയത് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ട് വിശ്വസിച്ചില്ലേ? എന്നാൽ ഇന്ന് എന്തുകൊണ്ട് നീ ഭയപ്പെടുന്നു? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിന്റെ വിശ്വാസം എവിടെ? സ്തോത്രം. കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം സ്തോത്രം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മുമ്പിലിരിക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലോ, പ്രാർത്ഥനയുടെ ശക്തി അവർ മറന്നുപോയെന്ന്. സ്തോത്രം. എനിക്കറിയത്തില്ല കേട്ടോ. സ്തോത്രം. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു കാര്യം അത്. പ്രാർത്ഥനയുടെ ശക്തി മറന്നുപോയൊരു കൂട്ടം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അവരെ ഓർമ്മപ്പെടുത്ത്. അവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പലതും അവരുടെ മുമ്പിൽ അവർക്ക് വിടുതലായി മാറിയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. ബുദ്ധി കൊണ്ട് പലതും ചിന്തിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. ഇന്ന് പകൽ നീ പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വരാൻ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബക്കാരെതിരാണോ സഹോദര? കുടുംബക്കാരെതിരായിട്ട് നിൽക്കുന്നോ സഹോദരി? നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. അവരുടെ ഹൃദയത്തെ നിനക്ക് അനുകൂലമാക്കി നൽകി തരുവാൻ ദൈവത്തിന് കഴിയും. ന്യായമായി നിനക്കും നിന്റെ തലമുറകൾക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കേണ്ടുന്ന പലതും തടയപ്പെട്ടും തടസ്സപ്പെടുത്തി നിൽക്കുമ്പോൾ
പറയുമ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്തി നിൽക്കുന്നവരെ, തടയപ്പെട്ടു നിൽക്കുന്നവരെ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നീ വിശ്വസിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. നീ പ്രതീക്ഷിക്കാത്ത ചില മറുപടികൾ ഈ ദിവസങ്ങൾ നിന്നെ തേടി വരാൻ വേണ്ടി പോകുകയാണ്. ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചെങ്കിൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവരുടെ ഹൃദയത്തെ ദൈവം ചായിച്ചു. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ജോലി മേഖലകൾക്കകത്ത് നീ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടോ? നീ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ? ഉന്നത അധികാരികൾ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നുണ്ടോ? യോസഫിലേക്കൊന്ന് നോക്കിക്കേ. കാരാഗ്രഹത്തിനകത്ത് കാരാഗ്രഹ പ്രമാണി യോസഫിന് അനുകൂലമായിട്ട് മാറിയില്ലേ? ദൈവത്തിന് സ്തോത്രം. യോസഫിന് അനുകൂലമായിട്ട് മാറിയില്ലേ? ദൈവത്തിന് സ്തോത്രം. എത്ര പേർ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഉടകമന റിഗമന റിഗതന വൈഡാരി കാമാന ഉടബാബാബാബാബ റിഖാമാന ശബാബാബാബാബ ഉടകമന റിഗമന ദലദല ശന്തന റിഗമന ദലദല. നെഹമ്യാവേ, നീ എങ്ങനെയാ യെരൂശലേമിലേക്ക് മതിൽ പണിയാൻ വേണ്ടി പോയത്? നെഹമ്യാവിന് പറയാനൊരു ചരിത്രമുണ്ട്. എന്റെ രാജാവിന്റെ കരം അനുകൂലമായിട്ട് മാറി, എന്റെ ദൈവം അതിനെ അനുകൂലമാക്കി മാറ്റി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കരയുന്ന ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ മാസം കഴിയുന്നതിന് മുന്നമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട് ആലോചന പറയുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ആമേൻ പറഞ്ഞ് ആ ദൂത് ഏറ്റെടുത്ത് വിശ്വസിക്കാൻ എത്ര പേര് ഇതിന്റെ നടുവിൽ നിന്ന് തയ്യാറാകും? ദൈവം ഹൃദയങ്ങളെ തിരിക്കും. സ്തോത്രം. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ കരത്തിലാണ്. സകല ജഡത്തിന്റെയും ദൈവമാണ് നമ്മുടെ കർത്താവായ യഹോവ. ദൈവത്തിന് സ്തോത്രം. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ പലരുടെയും ഹൃദയത്തെ തിരിക്കുവാൻ ഇതിന്റെ നടുവിൽ നിന്ന് അല്പം മുമ്പ് നമ്മൾ കേട്ട സന്ദേശം പോലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാനായിട്ടും പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഒരു യോഹന്നാനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന്റെ ചരിത്രം കിടപ്പുണ്ട്. അവിടെ പറയുന്നുണ്ട്, വഴങ്ങാത്തവരെ നീതിബോധത്തിലേക്ക് നയിക്കാൻ ഒരുക്കമുള്ളൊരു ജനത്തെ ഒരുക്കി നിർത്താൻ ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഒരുവൻ എന്ത് ചെയ്യും? വരും. മാത്രമല്ല ദൈവത്തിന് സ്തോത്രം, അപ്പന്മാരുടെ ഹൃദയത്തെ അവൻ മക്കളിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുവരും. നീതിബോധത്തിലേക്ക് നയിക്കും. നോക്കിക്കേ, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ പറ്റിയുള്ള പ്രവചന ശബ്ദം അവിടെ പുറപ്പെടുക. അർത്ഥാൽ ഹൃദയത്തെ തിരിക്കാൻ ദൈവം ചില ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുകയാ. ഇന്ന് പകൽ ഇതിന്റെ നടുവിലും ദൈവത്തിന് സ്തോത്രം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ പറയുന്ന വാക്കിനകത്ത് ചിലരുടെ ഹൃദയങ്ങൾ തിരിയുവാൻ വേണ്ടി പോകുകയാ. നീ പറയുന്ന വാക്കുകൾക്കകത്ത്, നീ പറയുന്ന സാക്ഷ്യങ്ങൾക്കകത്ത്, നിന്റെ ദൂതിനകത്ത്, നിന്റെ വചന പാരായണത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം, നിന്റെ സംസാരങ്ങൾക്കകത്ത് ദൈവം ചിലരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനായിട്ട് പോകുകയാണെന്ന്, അങ്ങനെ ഒരു ശുശ്രൂഷ ഇന്ന് പകൽ തമ്പുരാൻ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുവിൽ എത്ര പേര് ആമേൻ പറഞ്ഞതൊന്ന് സ്വീകരിക്കുന്നുണ്ട്? സാധ്യതയില്ലെന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിന് സ്തോത്രം, സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്, സാധ്യതയുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കാരണം അവന്റെ ഹൃദയം ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവത്തിന് കഴിയും തിരിക്കാൻ. ദൈവത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. പറ, വാ തുറന്ന് പറ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നവരെ എനിക്ക് അനുകൂലമാക്കി മാറ്റാൻ, അതെന്റെ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, എന്റെ ഓഫീസിലായിക്കോട്ടെ, എന്റെ ഉന്നത അധികാരികളായിക്കോട്ടെ, അധികാര വർഗങ്ങളായിക്കോട്ടെ, അയൽപ്പക്കക്കാരായിക്കോട്ടെ, അവരെല്ലാം നിനക്ക് അനുകൂലമായിട്ട് തിരിക്കാൻ ഇന്ന് പകലിൽ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് ആരുടെയെങ്കിലുമൊക്കെ പേരുകളോ സ്തോത്രം, ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നെങ്കിലോ ദൈവത്തിന് ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. കാരണം പ്രാർത്ഥിക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. തിരുവചനം അതിന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്.
പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ പലതാണ്. ദൈവത്തിന് സ്തോത്രം. 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ദൈവത്തിന് സ്തോത്രം, ഇതേ വചനത്തിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ ടച്ച് ചെയ്തു പോയി. ദൈവത്തിന് സ്തോത്രം. ഒരാൾ പ്രാർത്ഥിച്ചോ, അയാൾക്ക് ദൈവം ഒരു വിടുതൽ നൽകി കൊടുത്തു. അതിന്റെ ഉറപ്പിൽ നിന്നുകൊണ്ടാ ഇന്ന് പകൽ ഇത് പിന്നെയും ഞാനിവിടെ വിളംബരം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇതിനകത്ത് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനയുടെ ശക്തി മറന്നുപോയ ദൈവവേദന നിന്നെ ഒന്ന് പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുക. നമുക്കിതൊന്നും അറിയാത്തതല്ല, നമുക്കിതൊക്കെ അറിയാവുന്നതാ. പക്ഷേ നമ്മൾ കാലക്രമേണ ഇതൊക്കെ മറന്നുപോയി. എവിടെയൊക്കെയോ നമുക്കൊരു ദൈവത്തിന് സ്തോത്രം ശോഷണം സംഭവിച്ചു, എവിടെയൊക്കെയോ നമുക്കൊരു മറവി സംഭവിച്ചു. ഇന്ന് പകൽ ആ മറവിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാ. നീ ആരാണെന്നും നിന്റെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാ. നമ്മൾ കേൾക്കാത്ത വചനമല്ല ഇത്, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വചനമായി പറയുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ അറിയാമെന്ന്. പക്ഷേ എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, എപ്രകാരം പ്രാർത്ഥിക്കണമെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മറന്നുപോയി. ഇന്ന് മകൽ പരിശുദ്ധാത്മാവ് അതാ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അതാ ഓർമ്മപ്പെടുത്തുന്നത്. ചുറ്റുപാട് ഇരിക്കുന്നവരൊന്നും നിങ്ങൾ നോക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായൊരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്, ഈ മാസം കഴിയുന്നതിന് മുമ്പ് ചില കേസുകൾക്കൊരു വിടുതല. ദൈവത്തിന് സ്തോത്രം. ചിലതിനൊരു വിടുതല. ദൈവത്തിന് സ്തോത്രം. ചില വ്യക്തികൾക്കൊരു വിടുതല. ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകളൊക്കെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളെ തമ്പുരാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊരു തോന്നലല്ല, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു നിയോഗമാണ്. സ്തോത്രം. ആ നിയോഗത്തിനനുസരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഇന്റർവ്യൂവിന് എവിടെങ്കിലുമൊക്കെ പേപ്പർ കൊടുത്തിട്ട് കാത്തിരിക്കുകയായിരിക്കാം. അധികാരികളുടെ ഹൃദയം നിന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അയൽപ്പക്കക്കാർ നിനക്കെതിരായിട്ടായിരിക്കും നിൽക്കുന്നത്, അവർ നിനക്ക് അനുകൂലമായിട്ട് മാറട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ കളിയാക്കുന്ന ചിലരുണ്ട്, അവർ നിനക്ക് അനുകൂലമായിട്ട് മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്റെ തലമുറകളുടെ വിഷയത്തിനകത്ത് ഇടപെടാൻ കഴിയാതെ രാജ്യങ്ങൾ മാറി നിൽക്കുമ്പോൾ രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള കർത്താവ് ഭരണാധികാരികളെ തൊട്ടിട്ട് നിനക്കത്, നിന്റെ തലമുറയ്ക്ക് അത് അനുകൂലമായി മാറട്ടെ. നിന്റെ ഓഫീസിനകത്ത് വിരോധമായി നിൽക്കുന്നവർ നിനക്ക് അനുകൂലമായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരുവന്റെ പേര് മാറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, യാക്കോബിനെ പറ്റി തിരുവചനം പറയുന്നുണ്ട്. ലാബാനോട് പറയാണ്, നീ ഗുണമായാലും ദോഷമായാലും അവനോടൊന്നും ചെയ്യാൻ പോകരുത്. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. തകർക്കാൻ വന്നവനോട് വാദിച്ചത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ലാബാൻ അനുകൂലമായിട്ട് മാറി, ഏശാവ് അനുകൂലമായിട്ട് മാറി. അങ്ങനെയെങ്കിൽ വിശ്വസിക്ക് പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവം ചിലരെ അനുകൂലമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു ശുശ്രൂഷയുടെ വഴി കൂടെ ഞങ്ങളുടെ മുമ്പിൽ നീ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നല്ലോ. ഞങ്ങൾ നിന്നെ പറ്റി സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ കർത്താവേ സ്തോത്രം, ചിലരുടെ ഹൃദയങ്ങളെ തമ്പുരാന് നീ അവിടുന്ന് തിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.